കാലിനൊരു മേലായികയുണ്ട്. ഞാൻ വേണുകുമാർ. എൻ്റെ നാട് ഏറ്റുമാനിൻ്റെ അടുത്ത് പുന്നത്ര എന്നുള്ള ഗ്രാമം. ശുദ്ധ ഗ്രാമീണ, അതുകൊണ്ട് തന്നെ ശുദ്ധഹൃദയനും. എനിക്ക് സിനിമാക്കാരെയും സിനിമയൊക്കെ വലിയ ഇഷ്ടമാണ്. ഈ അടുത്ത നാൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഷൂട്ടിങ് വന്നു. ഞാൻ ചുമ്മാ എല്ലാവരും കാണാൻ പോയ പോലെ പോയി നോക്കുമ്പോഴേ നമ്മുടെ രാജു, എല്ലാ സിനിമയിലും വില്ലനായിട്ട് അഭിനയിക്കുന്ന രാജു, ആ രാജു അതിലെ വില്ലൻ. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാവേ എനിക്കോടെ ഒരു ചാൻസ് എന്നേലും ഒപ്പിക്കാവോ? അപ്പോൾ അവൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചു, ചേട്ടാ പഴയ കന്നാലി വളർത്തലൊക്കെ ഉണ്ടോ, കാളക്കുട്ടനുണ്ടോ വീട്ടിൽ? ഞാൻ പറഞ്ഞു ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ചാൻസാ. അപ്പം ഞാൻ ചോദിച്ചു അതന്നെ, രണ്ടുപേരുടെ ചാൻസ്. അതായത് വില്ലൻ നായികയെ ഉപദ്രവിക്കാൻ വരുന്നു, ഒരു കാള ഇളകി ചെല്ലുന്നു, വില്ലൻ കാളെ കണ്ട് പേടിച്ചോടുന്നു, നായിക അതുവഴി രക്ഷപ്പെടുന്നു. അപ്പം ചേട്ടനും ചേട്ടൻ്റെ കാളയും കോമ്പിനേഷൻ സീനാ. ഞാൻ സന്തോഷിച്ചു. പിറ്റേ ദിവസം രാവിലെ എണ്ണയൊക്കെ തേച്ച് കാളെ കുളിപ്പിച്ച് നേരെ സെറ്റിൽ ചെന്നു. ഒരു 10-20 മീറ്റർ നീളമുള്ള ഒരു കയർ ആ കാളയുടെ കഴുത്തിൽ അവർ കെട്ടിയിരുന്നു. എന്നിട്ട് ഒരു പയ്യൻ എന്നോട് വന്ന് പറയുക, ഇതോ ആ തൊപ്പി വെച്ചിരിക്കുന്ന ആളാ സംവിധായകൻ. അയാൾ ആക്ഷൻ പറയുമ്പം ചേട്ടൻ ഈ കാളെ ഇളക്കി വിടണം. കയറിൻ്റെ അറ്റ എൻ്റെ തന്നിരിക്കുക. ഞാൻ സംവിധായകൻ ആക്ഷൻ പറഞ്ഞു, ഞാൻ കാളയുടെ വാല് പിടിച്ച് തിരിച്ചു. കാള ഒറ്റ പാച്ചിൽ. വില്ലൻ കാളെ കണ്ടു പേടിച്ച് അതിലേ പോയി, നായിക ഇതിലേ പോയി. അപ്പം സംവിധായകൻ കട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ പള്ളിക്കുടുത്ത് വിട്ടിട്ടില്ല കാളെ. കാളയ്ക്ക് കട്ടെന്ന് പറഞ്ഞാൽ നിൽക്കാൻ അറിയുമോ? കാള എന്നെ വലിച്ചോണ്ട് പാച്ചില്. ഞാൻ ഉരുണ്ട് വീണ് എൻ്റെ കണക്ക് കഴിഞ്ഞു. എന്നാലും ഒരു സന്തോഷം, സിനിമാതാരായല്ലോ. അങ്ങനെ സിനിമ റിലീസായി. നാട്ടുകാരെല്ലാം കൂടെ കൂടി ചേട്ടൻ അഭിനയിച്ച സിനിമയാ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയി ടിക്കറ്റ് എടുത്തു തരണം. 10-30 പേര്. ഞാൻ അവരെ എല്ലാം കൂടെ കയറ്റി തിയേറ്ററിൽ ചെന്നു. സിനിമ തുടങ്ങി. എൻ്റെ സീൻ വരുന്നു. ഞാനൊന്ന് ഞെളിഞ്ഞിരുന്നു. കാരണം ഞാൻ സാറാണല്ലോ. അപ്പോൾ കാളയുണ്ട്, കയറുണ്ട്, വില്ലനുണ്ട്, നായിക ഇതിലുണ്ട്. ഞാൻ മാത്രമേ ഇല്ല. ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, എടാ എന്തു പണിയാടാ നീ കാണിച്ചേ? ചേട്ടാ ചേട്ടൻ്റെ കാളയുണ്ടോ, കയറുണ്ടോ? ആ കാള ചേട്ടൻ്റെ അന്ന് ആർക്കാ അറിയാത്തേ? അതുകൊണ്ട് ചേട്ടനും ഉണ്ട് അതിൻ്റെ അകത്ത്. അയ്യോ, ഇത് പറഞ്ഞപ്പോഴാ ഈ ഇളകിയ വല്ല ഇതും ഒരു സിനിമാക്കാരൻ പറ്റിച്ചതാ. എൻ്റെ അനന്തരവളുടെ കല്യാണം തലേ ദിവസം സദ്യക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ കോട്ടയത്തിന് പോയതാ. തൊട്ട അയൽക്കാരൻ്റെ ജീപ്പ് കടം മേടിച്ചോണ്ടാ പോയത്. 6:30 സാധനങ്ങളെല്ലാം മേടിച്ച് കയറ്റി വരിക. നാമ്പടം പാലത്തെ കയറിയപ്പം ഇരുട്ട് വീണു. എനിക്കൊരു മാർഗമില്ല. ഞാൻ ഹെഡ്ലൈറ്റ് ഇട്ടു, എന്നിട്ടും വെളിച്ചില്ല. ഞാൻ ഇറങ്ങി നോക്കിയപ്പം ഹെഡ്ലൈറ്റ് വർക്കിംഗ് അല്ല. ഞാൻ അറിയാവുന്ന പണിയൊക്കെ ചെയ്ത് നോക്കി. ആ വള്ളിയൊക്കെ പിടിച്ച് വലിച്ചു. ഒരു രക്ഷയില്ല. 2 ആഴ്ച മുമ്പ് എൻ്റെ തൊട്ടപ്പുറത്തൊരു സിനിമാക്കാരനുണ്ട്. ഒരു പോഷ് കാറ് വാങ്ങിയിരുന്നു. ആ കാറിൻ്റെ ലൈറ്റ് ഇട്ടാൽ സൂര്യൻ ഉദിച്ചു വരുന്ന പോലെയാണ്. അതുപോലത്തെ ഒരു കാറ് പുറകിന് വരുന്നത് കണ്ടു. ഇത് അയാളെ തന്നെ. ഞാൻ ഈ ജീപ്പ് എടുത്ത് അയാളുടെ കാറിൻ്റെ പുറകിന് വിട്ടു. ആ വെട്ടത്തിൽ സംക്രാന്തി വന്നാൽ അകത്തേക്ക് തെന്നിയാൽ ഒരു 4 കിലോമീറ്റർ ലാഭത്തിൽ എനിക്ക് തന്നെ നാട്ടിച്ചല്ല. ഇയാൾ ആ കാറായിലേ വിട്ടു. അപ്പം അയാൾ തന്നെ ഞാൻ ഉറപ്പിച്ചു. ഞാനും അയാളുടെ പുറകിന് പോയി. പിന്നെയുണ്ട് 5-6 കിലോമീറ്ററോടെ. അപ്പം ദൈവത്തെ വിളിച്ച് ഒരു സ്വല്പ ശ്രദ്ധക്കുറവ് ഡ്രൈവിങ്ങിൽ തപ്പേന്ന് അയാൾ വണ്ടി ചവിട്ടി നിർത്തി നടു റോഡിൽ. എനിക്ക് ചവിട്ടാൻ കിട്ടിയില്ല. എൻ്റെ ജീപ്പ് പോയി അയാളുടെ കാറിന് മേലെ കയറി. അപ്പം പ്രത്യാക്രമണമാണല്ലോ ആക്രമണത്തെക്കാൾ നല്ലത്. ആ ഐഡിയ വെച്ചുകൊണ്ട് ഞാൻ ചാരിച്ചൊന്ന് ചോദിച്ചു, നടു റോഡിലാണ്ടാ സ്റ്റോപ്പ് സിഗ്നലില്ല നീ വണ്ടി നിർത്തുന്നത്? അയാൾ ഇറങ്ങി വന്ന് ഒറ്റ അറ്റിയ. എൻ്റെ പോർച്ചിൽ എൻ്റെ കാറ് നിർത്താൻ ഞാൻ നിന്നെ സിഗ്നൽ കാണിക്കണം അല്ലടാ. ഞാൻ നോക്കുമ്പം എന്നെ ജീപ്പയുടെ കാറിൻ്റെ മേളിൽ എന്നെ 2 പല്ലിളകിയിട്ട് അകർത്തു. ആ സംക്രാന്തിക്കാരൻ സിനിമാക്കാരനെ എനിക്കറിയാൻ കേട്ടോ. ഞാൻ ഇനി ഇതുപോലെ ഹേമകണ്ഠങ്ങൾ എനിക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ട് ഈ സിനിമാ പ്രായത്തിൽ. അതിപ്പം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ വന്ന് പറഞ്ഞുതരാം.